So dear friends, welcome to 365 days of English training program. അപ്പോൾ വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. കുഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. COULD, കുഡ്. ഈ കുഡ് നമ്മൾ ഉപയോഗിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് കുഡ് ഉപയോഗിക്കാം. അതിൽ ആദ്യത്തെ ഉപയോഗം, നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞോ, എന്തൊക്കെ നമ്മൾ ചെയ്തു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ എനിക്ക് അവനെ കാണാൻ പറ്റി, എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി, എനിക്ക് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റി, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ. അങ്ങനെ എന്തൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കുഡ് ഉപയോഗിക്കുക. ആദ്യത്തെ ഉപയോഗമാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ, എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. എങ്ങനെ പറയാം? ഇമ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. സോ ഐ കുഡ് ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എനിക്ക് മോഹൻലാലിനെ കാണാൻ സാധിച്ചു എന്നിങ്ങനെ പറയാം. ഐ കുഡ് മീറ്റ് മോഹൻലാൽ. എനിക്ക് മോഹൻലാലിനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. റൈറ്റ്. എനിക്ക് എക്സാമിന് വളരെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു എന്നിങ്ങനെ പറയും. ഐ കുഡ് prepare for my exam very well അല്ലേ. I could prepare for my exam very well. എനിക്ക് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. ഇപ്പം നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ കഴിഞ്ഞു എന്നിങ്ങനെ പറയും. We could invite everyone അല്ലേ. നമുക്ക് എല്ലാവരെയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ക്ഷണിക്കാൻ വേണ്ടി കഴിഞ്ഞു. എങ്കിൽ അവൾക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നിങ്ങനെ പറയും. She could perform very well അല്ലേ. എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. I could understand very well. I could teach very well. I could manage the situation very well എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയേണ്ടത്, അതിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കുഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു? ഫോർ എക്സാമ്പിൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ എഴുതാതെ ഇന്നലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്, അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഐ കുഡ് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ കുഡ് ബ്രഷ്, ഐ കുഡ് മീറ്റ് മൈ പാരൻസ്, ഐ കുഡ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഐ കുഡ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ടൈം, ഐ കുഡ് റീച്ച് മൈ ഓഫീസ് ഓൺ ടൈം, ഐ കുഡ് ടോക്ക് ടു മൈ കൊളീഗ്സ്, ഐ കുഡ് talk to my teacher, I could write my exam, I could attend my class, or she could come and meet me. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുഡ് വെച്ച് പറയാൻ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? couldn't അല്ലേ. I couldn't go there. എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. She couldn't understand me. അവൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലേ. ആൻഡ് she couldn't manage the situation. അവൾക്ക് ആ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ I couldn't understand it. എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആൻഡ് I couldn't arrange the program. എനിക്ക് ആ പ്രോഗ്രാം എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. I couldn't wake up early in the morning. എനിക്ക് അതികാലത്ത് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സാധിച്ചത്, ചെയ്യാൻ കഴിഞ്ഞത്, അതൊക്കെ നമുക്ക് എന്തിൽ പറയാം? കുഡിൽ പറയാൻ. കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് കുഡിൽ പറയാം. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ചെയ്യാൻ കഴിയാതെ പോയ അല്ലെങ്കിൽ സാധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൊമൻറ്റായി രേഖപ്പെടുത്തുക. ആൻഡ് ഐ റിപ്പീറ്റ്, അത് ജസ്റ്റ് ഒരു നോളജ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഫോർ യുവർ പ്രാക്ടീസ് ഐ ജസ്റ്റ് വോണ്ട് യു ടു ടോക്ക് അബൌട്ട് വാട്ട് യു കുഡ് ഡു യെസ്റ്റർഡേ ഓർ വാട്ട് യു കുഡൻറ്റ് ഡു യെസ്റ്റർഡേ. റൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.